ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന സാംസ്കാരിക മഹാമേളയായി മാറുകയാണ് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേള. മലയാള പുസ്തകങ്ങളുടെ സാന്നിധ്യവും മേളയിൽ ശ്രദ്ധേയമാണ്. മസ്കറ്റ് പുസ്തകമേള ഒരാഴ്ച പിന്നിടുമ്പോൾ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വെള്ളി, ശനി തുടങ്ങിയ വാരാന്ത്യങ്ങളിലാണ് തിരക്ക് കൂടുതൽ. സ്വദേശികളും വിദേശികളുമടക്കം ആയിരക്കണക്കിന് പേർ ഓരോ ദിവസവും പുസ്തകോത്സവത്തിനെത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജ പുസ്തകോത്സവത്തിന്റെ രക്ഷാധികാരിയും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ സാന്നിധ്യത്തിലായിരുന്നു മേളയുടെ തുടക്കം. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററാണ് 29ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വേദി. കേരളത്തിലെയും ഒമാനിലെയും പ്രമുഖ പ്രസാധകരുടെ സ്റ്റാളുകളാണ് സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ പുസ്തകമേളയിൽ തിളങ്ങുന്നത്. വെറുമൊരു പുസ്തക പ്രദർശനം എന്നതിലുപരി ഒമാന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന സാംസ്കാരിക മഹാമേള എന്ന നിലയിലാണ് ഇത്തവണയും മേളയുടെ ക്രമീകരണമെന്ന് സംഘാടകർ വ്യക്തമാക്കിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും വർദ്ധിച്ചു വരുന്ന ജനസാന്നിധ്യം ഇതിന് അടിവരയിടുന്നതായി അവർ പറഞ്ഞു. മലയാളികളായ അസംഖ്യം പ്രവാസികൾ അധിവസിക്കുന്ന മസ്കറ്റിൽ നടക്കുന്ന മേളയിൽ വായനക്കാരും എഴുത്തുകാരും പുസ്തകപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായ നിരവധി പേരാണ് ദിവസവും സന്ദർശകരായി എത്തുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, കൂട്ടായ്മകൾ എന്നിങ്ങനെ ചെറുതും വലുതുമായ നിരവധി സംഘങ്ങളായാണ് മേളയുടെ സാംസ്കാരിക ആവാസ വ്യൂഹത്തിൽ അക്ഷരങ്ങളോട് സല്ലപിച്ച് ചുറ്റിത്തിരിയുന്നത്. ഈ മാസം 3-നാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട മേള സമാപിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.